ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം സെക്ഷനാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ 500, 600 എന്നുള്ള ഈ രണ്ട് നമ്പർ ഉണ്ടല്ലോ, ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം അതിനെ ഫാക്ടറൈസ് ചെയ്യണം. അതായത് അതിനെ ഘടകങ്ങളാക്കിയിട്ട് എഴുതണം. ഇപ്പം നമ്മൾ 500ൻ്റെത് എഴുതുകയാണെങ്കിൽ നമ്മൾ 500നെ നമുക്ക് എങ്ങനെ എഴുതാം? 500 equal to 2 into 2 into 5 into 5 into 5. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എഴുതിയാൽ ഇവിടെ പ്രൈംസ് ഉള്ളത് ഒരു 2ൻ്റെ പ്രൈം ഉണ്ട്, പിന്നെ 5ൻ്റെ പ്രൈമും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2ൻ്റെ പ്രൈംസിനെ ഒരു കൂട്ടാക്കിയിട്ട് 5ൻ്റെത് വേറൊരു കൂട്ടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിൽ 2 പ്രൈമല്ലേ ഉള്ളത്, രണ്ട് ഏത നമ്പർ 2 പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് 2 + 1 = 3 എന്ന് എഴുതി. ഇവിടെ 5കൾ 3 വട്ടം വന്നിട്ടുണ്ട് അല്ലേ, 5 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 3 + 1 = 4 എന്ന് എഴുതി. ഇനി ഇവിടെയുള്ള ഈ 3യും ഇവിടെയുള്ള ഈ 4ഉം ഉണ്ടല്ലോ, അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 = 12. അപ്പോൾ നമുക്ക് 12 ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതേപോലെ അടുത്ത നമ്പറിന് ചെയ്യാം, അതായത് 600ൻ്റെത്. 600 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നറിയോ? 600 നമുക്ക് 2 × 2 × 2 × 3 × 5 × 5 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട് അല്ലേ. അപ്പം 3ലേക്ക് 1 കൂട്ടിയാൽ 4 ഇൻറ്റു എത്ര 3 ഉണ്ട്? ഒരു 3 അല്ലേ. അപ്പോൾ 1ലേക്ക് 1 കൂട്ടിയാൽ 2 ഇൻറ്റു എത്ര 5 ഉണ്ട്? 2 5 അല്ലേ. 2ലേക്ക് 1 കൂട്ടിയാൽ 3 എഴുതി. ഇനി നമ്മൾ 4 × 2 × 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 24 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ 24നെ ഇവിടെ എഴുതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച്. ഇനി 900ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 900നെ നമുക്കിങ്ങനെ 900നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുമല്ലോ. 2 450 ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും അറിയോ? 225 3 75 3 25 5 5 5 1. ഇനി നമുക്ക് 900 എന്ന് പറഞ്ഞാൽ 2 × 2 × 3 × 3 × 5 × 5 എന്ന് എഴുതാം. ഇവിടെ 2കളും 2 വട്ടല്ലേ ഉള്ളത്. അപ്പോൾ 2 + 1 = 3. 3കൾ 2 വട്ടല്ലേ ഉള്ളത്. അപ്പോൾ 2 + 1 = 3. ഇതും 2 വട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതും എങ്ങനെ എഴുതും? 2 + 1 = 3. ഇനി ഈ 3ഉം ഗുണിക്കുക. 3 × 3 × 3 = 27 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ 900ത്തിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നമ്മളുണ്ടല്ലോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈംസ് എടുക്കുക. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈംസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള അഭാജ്യ സംഖ്യകൾ എടുക്കാം. നമ്മുടെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 3 5 7 11 ഇങ്ങനെയല്ലേ പോവാം. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും അഭാജ്യ സംഖ്യകൾ പ്രൈംസ് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 2 എടുത്താൽ പിന്നെ നമ്മൾ 2 എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എടുക്കേണ്ടത് 3യോ 5ഓ ഏതെങ്കിലും ഒന്ന്. എടുക്കുന്ന നമ്പർ ഒരു പ്രാവശ്യം മാത്രം എടുക്കുക. അങ്ങനെ എടുത്തിട്ട് അതിനെ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടുമല്ലോ. എന്തായാലും ആ നമ്പർ എന്തോ ആയിക്കോട്ടെ, വ്യത്യസ്തമായിട്ടുള്ള പ്രൈം എടുത്ത് ഒരു വട്ടം ആ പ്രൈം എടുത്തിട്ട് നമുക്ക് അതിന് എത്ര ഫാക്ടേഴ്സ് ആണ് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം ഞാനൊരു 2ഉം 3യും എടുത്തു. അപ്പോൾ ഇതിനാകെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഒരു 5ഉം 7ഉം മാത്രം എടുത്ത് അപ്പോൾ ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഇനി 5ഉം 7ൻ്റെയും കൂടെ 3 കൂടെ എടുത്താൽ അതിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയായിട്ട് മാറും? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്.
അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു പ്രൈം മാത്രം എടുക്കുകയാണ്. ഓക്കെ, ഒരു പ്രൈം ഏതാണ്? ഇപ്പോൾ നമ്മുടെ പ്രൈം 2, 3, 5, 7, 11 ഇങ്ങനെയല്ലേ നമ്മുടെ പ്രൈംസ് വരുന്നത്. അതിൽ ഒരു 2 മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് പ്രൈംസ് എത്ര വരിക? 2 മാത്രം എടുക്കുകയാണെങ്കിൽ 2 + 1 ആണ് അല്ലേ വരിക. 2 + 1 3 ഫാക്ടേഴ്സ് വരും ആണല്ലോ. ഇനി നമ്മൾ 2ഉം 3ഉം എടുക്കുകയാണ് വിചാരിക്കുക. 2ഉം 3ഉം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്ടേഴ്സ് നോക്ക്. 2 ഒരു വട്ടം, 3യോ ഒരു വട്ടം. അപ്പം 2 വരുമ്പോൾ അത് സോറി ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ചെറുതല്ല, വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ 2 മാത്രമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 എത്ര വട്ടം വന്നത്? ഒരു പ്രൈമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 + 1 = 2. 2 ഘടകങ്ങളെ അതിനുണ്ടാവുള്ളൂ. ആ 2 ഘടകങ്ങൾ, അത് ഫാക്ടേഴ്സ് പറയുന്നത് ഒന്ന് ആ നമ്പർ തന്നെ ആയിരിക്കും, രണ്ടാമത്തേത് അതിന് 1 എന്ന ആ നമ്പർ ആയിരിക്കും. ഈ 2 ഫാക്ടേഴ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇതെടുക്കുക വിചാരിക്കുക. അടുത്തിപ്പോൾ നമ്മൾ 2 ഫാക്ടേഴ്സ് എടുക്കുകയാണ്. 2ഉം 3ഉം എടുക്കുക. 2ഉം 3ഉം 2ഉം 3ഉം എടുക്കുമ്പോൾ നമ്മൾ എന്താ അറിയണ്ടേ? 2 എന്ന നമ്പർ ഉണ്ടല്ലോ, അത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ 2 അല്ലേ. രണ്ടിലെ ഈ ഒരു പ്രാവശ്യം വന്നു, ഇതും ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ 1ലേക്ക് 1 കൂട്ടുമ്പോൾ 2, ഇതും 1ലേക്ക് 1 കൂട്ടുമ്പോൾ 2 × 2. അപ്പോൾ നമുക്ക് എത്ര വന്നേ? ഇനി 4 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇനി വ്യത്യസ്തമായിട്ടുള്ള 3 ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലോ, അപ്പോൾ ഒരു 2ഉം 3ഉം 5ഉം വ്യത്യസ്തമായിട്ടുള്ള 3 ഫാക്ടേഴ്സാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഗുണിച്ചിട്ട് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറിൻ്റെയൊക്കെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവുമെന്നാണ് നോക്കണം. അത് കിട്ടാണ് നമ്മൾ ഇതൊരു പ്രാവശ്യം, അപ്പോൾ 2, ഇതൊരു പ്രാവശ്യം, അപ്പോൾ അത് 1 ഒരു പ്രാവശ്യമില്ല, 1ലേക്ക് 1 കൂട്ടുമ്പോൾ 2, ഇതും ഒരു പ്രാവശ്യം × 2. ഇങ്ങനെയാണ് നമുക്ക് വരിക. അതായത് നമ്മളിപ്പോൾ ഇവിടെ നോക്ക്, വാട്ട് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് 4 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള 4 പ്രൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരിക? ഇവിടെ ഒരു പ്രൈം എടുത്തപ്പോൾ ഒരു പ്രാവശ്യം 2 വന്ന്, 2 പ്രൈം എടുക്കുമ്പോൾ 2 × 2 എന്നാണ് വരുന്നത്. 3 പ്രാവശ്യം എടുത്തപ്പോൾ നമുക്ക് 2 × 2 × 2 എന്ന് വന്ന്. അപ്പോൾ നമ്മൾ 4 പ്രാവശ്യം എടുക്കുമ്പോൾ 2 × 2 × 2 × 2. ഇനി വ്യത്യസ്തമായിട്ടുള്ള 10 പ്രൈംസ് നമ്മൾ എടുത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള 10 പ്രൈംസ് നമ്മൾ എടുത്താൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? 2നെ 10 വട്ടം ഗുണിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ? 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ? ആ ആൻസർ ഇപ്പോൾ ഒരു 1000, 10,000 ആണ് വിചാരിക്കുക. എനിക്ക് കറക്റ്റ് ആൻസർ അറിയില്ല കേട്ടോ. 10,000 ആണ് വിചാരിക്കും. അപ്പോൾ ഈ ഒരു 10 വ്യത്യസ്തമായ 10 ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന് 10,000 എന്തുണ്ടാവും? ഫാക്ടേഴ്സ് ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള 10 പ്രൈംസ് എടുക്കുകയാണെങ്കിൽ അതിന് 10,000 ഫാക്ടേഴ്സ് ഉണ്ടാവും. അതാണ് കാര്യം. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഈ ക്ലാസ്സുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. താങ്ക് യു.